വേങ്ങൂരിൽ വീണ്ടും മഞ്ഞപ്പിത്തം ബാധിച്ച് ഒരാൾ മരിച്ചു. ചൂരത്തോട് സ്വദേശി കാർത്യായനിയാണ് മരിച്ചത്. കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് മരണം. അലി അക്ബർ ഷാ നൽകും കൂടുതൽ വിവരങ്ങൾ. അലി അക്ബർ ഷാ, മഞ്ഞപ്പിത്തം വേങ്ങൂർ പഞ്ചായത്തിൽ നിയന്ത്രണ വിധേയമായി എന്ന് ആശ്വസിച്ചിരിക്കുമ്പോഴാണ് ചികിത്സയിലിരുന്ന ഒരാളുടെ മരണവാർത്ത എത്തുന്നത്. എന്തൊക്കെയാണ് വിവരങ്ങൾ? സുജിയ, വേങ്ങൂർ പഞ്ചായത്തിലെ മഞ്ഞപ്പിത്തം നിയന്ത്രിക്കാൻ സാധിച്ചു എന്ന് പറയുമ്പോഴും നിലവിൽ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിൽ കഴിയുന്നവരുടെ എണ്ണം കൂടി നമ്മൾ കാണേണ്ടതുണ്ട്. ആദ്യഘട്ടത്തിൽ ഏപ്രിൽ മാസത്തിലാണ് ഒരു കേസ് സ്ഥിരീകരിക്കുന്നത്. അതിനുശേഷമുള്ള ഒരു മാസക്കാലത്തിലാണ് വ്യാപകമായി ഇത്തരത്തിൽ പടർന്നു പിടിക്കുന്ന സാഹചര്യം ഉണ്ടായത്. ഇപ്പോൾ ഒരു മരണം കൂടി സ്ഥിരീകരിച്ചിരിക്കുകയാണ്. ചൂരത്തോട് സ്വദേശി കാർത്യായനി എന്ന 51 വയസ്സുകാരിയാണ് മരിച്ചത്. കോട്ടയം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്നു കാർത്യായനി. ഇതോടുകൂടി 3 മരണമാണ് വേങ്ങൂരിലെ ഈ വാട്ടർ അതോറിറ്റിയുടെ വെള്ളം ഉപയോഗിച്ചതിന് മൂലം ഉണ്ടാകുന്നത്. ഇതിൽ 2 പേർ വേങ്ങൂർ പഞ്ചായത്തിലെ ആളുകൾ തന്നെയാണ്. ഇപ്പോൾ മരിച്ച കാർത്യായനിയും അതുപോലെ മുൻപ് മരിച്ച സജീവൻ, ഈ 2 ആളുകൾ, ജോളി, ഈ 2 ആളുകൾ ഇതേ പഞ്ചായത്തിലെ ആളുകളാണ്. പക്ഷെ പുറത്തു നിന്നുള്ള മുടക്കുഴ പഞ്ചായത്തിൽ നിന്നും വേങ്ങൂർ പഞ്ചായത്തിൽ ജോലി ചെയ്യാൻ എത്തിയ ആളായിരുന്നു ഈ മരിച്ച ഒരാൾ, ഈ സജീവൻ എന്ന് പറയുന്നയാൾ. ഇങ്ങനെ 3 മരണമാണ് ഇപ്പോൾ ഇതേ വാട്ടർ അതോറിറ്റിയുടെ വെള്ളം ഉപയോഗിച്ചുകൊണ്ട് രോഗം ബാധിച്ചതിനെ തുടർന്ന് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഈ പഞ്ചായത്തിലെ സ്ഥിതി മോശമായ രീതിയിൽ, രൂക്ഷമായ രീതിയിൽ തന്നെ തുടരുകയാണ്. ഇപ്പോഴും 2 പേർ വെന്റിലേറ്ററിന്റെ സഹായത്തോടു കൂടിയാണ് ജീവൻ നിലനിർത്തുന്നത്. ഇതിലെ ഒരു ശ്രീകാന്ത്, അതുപോലെ ശ്രീകാന്തിന്റെ ഭാര്യയായ അഞ്ജലി, ഈ 2 പേരുടെ അവസ്ഥയാണ് ഏറ്റവും ഗുരുതരമായി ഇപ്പോഴും തുടരുന്നത്. ഈ വ്യാപകമായ രീതിയിൽ ഈ മഞ്ഞപ്പിത്ത വ്യാപനം ഉണ്ടായതിനെ തുടർന്ന് വിവിധ ആശുപത്രികളിൽ, ജില്ലയിലും ജില്ലയ്ക്ക് പുറത്തുമുള്ള വിവിധ ആശുപത്രികളിൽ ഇപ്പോഴും ആളുകൾ ചികിത്സയിൽ തുടരുകയാണ്. 2 ആഴ്ചയ്ക്കുള്ളിൽ നമുക്കറിയുന്നതുപോലെ 180-ലധികം ആളുകൾക്കാണ് ഈ മഞ്ഞപ്പിത്ത വ്യാപനം ഉണ്ടായിരിക്കുന്നത്. ഇപ്പോൾ എന്തായാലും 3 പേരുടെ മരണം ഈ ഘട്ടത്തിൽ സ്ഥിരീകരിക്കുകയാണ് സുജയ. ഈ ഘട്ടത്തിൽ മറ്റ് നടപടിക്രമങ്ങളെല്ലാം, അതായത് ശുചീകരണവും അതുപോലെ തന്നെ പൊട്ടിയ പൈപ്പുകൾ ശരിയാക്കുന്നത് ഉൾപ്പെടെയുള്ള നടപടികൾ സ്വീകരിച്ചുകൊണ്ട് ഇപ്പോൾ മഞ്ഞപ്പിത്ത വ്യാപനം നിയന്ത്രണ വിധേയമായി എന്ന ഒരു നിഗമനത്തിൽ തന്നെയാണ് ആരോഗ്യവകുപ്പ് ഉൾപ്പെടെയുള്ളത്. പക്ഷെ അപ്പോഴും നേരത്തെ ബാധിച്ച് ചികിത്സയിൽ ഗുരുതരാവസ്ഥയിൽ കഴിയുന്നവരുടെ കാര്യത്തിൽ ഇപ്പോഴും ആശങ്ക തുടരുകയാണ് സുജയ.